നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു ഓപ്പൺ ഡോർ പോളിസി ഉണ്ടോ? ശ്രദ്ധയോടെ കേൾക്കുക. ഓപ്പൺ ഡോർ പോളിസി അതെന്താണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ കേൾക്കുക. പണ്ടൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിരവധി ക്യാബിനുകൾ ഉണ്ടാവുമായിരുന്നു. ഈ ക്യാബിനുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഹൈറാർക്കിയാണ് അല്ലേ? ഇന്ന മാനേജർക്ക് ചെറിയ ക്യാബിൻ, വലിയ മാനേജർക്ക് വലിയ ക്യാബിൻ, മുതലാളിക്ക് അതിനേക്കാളും വലിയ ക്യാബിൻ. സുഹൃത്തെ, ആ കാലമൊക്കെ പോയി. ഇന്ന് ഓപ്പൺ ഡോർ പോളിസിയാണ്. നമുക്ക് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളത്? മറ്റുള്ളവർ കേൾക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്? അതിനൊരു മീറ്റിംഗ് ഹാൾ പണിതാൽ പോരെ? ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എനിക്ക് ക്യാബിനില്ല. ഞാൻ നേരെ വന്ന ആ ഒരു വലിയ ടേബിളുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. എൻ്റെ ഓഫീസിൽ ആർക്ക് വേണമെങ്കിലും എനിക്ക് ആക്സസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും എന്നോട് വന്ന് സംസാരിക്കാം. ഇതൊരു ജാപ്പനീസ് പോളിസിയാണ്, ഓപ്പൺ ഡോർ പോളിസി. കൊച്ചി ആസ്ഥാനമാക്കിയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന നിപ്പോൺ ടൊയോട്ടയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ അവർക്ക് ട്രെയിനിങ് ചെയ്യാൻ അവരുടെ സ്ഥാപനത്തിൽ പോകാറുണ്ട്. അവിടെ ജെറി HR ഹെഡ് എന്നെ ആ ഫ്ലോർ കാണിച്ചു തന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വലിയ ഫ്ലോറിൽ, നിങ്ങൾ കളമശ്ശേരിയിലൂടെ കൊച്ചിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ആ ഒരു കപ്പലിൻ്റെ ഷേപ്പിലിരിക്കുന്ന ഒരു ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം, നിപ്പോൺ ടൊയോട്ട. ആ ഒരു ഫ്ലോറിൽ എല്ലാവരും നിരന്നാണ് ഇരിക്കുന്നത്. ആർക്കും ക്യാബിനുകളില്ല. അഥവാ നിങ്ങൾക്ക് പ്രൈവറ്റായി സംസാരിക്കണമെങ്കിൽ ചെറിയ ഓപ്പൺ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ ക്യൂബിക്കിളുണ്ട്, അതിൽ പോയിരുന്ന് സംസാരിക്കാം. പക്ഷേ അവിടെയും ഗ്ലാസ്സാണ്. അധിക സമയം ഇരുന്നാൽ എല്ലാവരും നോക്കും ഇവിടെ എന്താ പരിപാടി എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പോരേണ്ടി വരും. HR ടീം ഇരിക്കുന്ന, HR മാനേജർ ഇരിക്കുന്ന ക്യാബിനിലല്ല, HR ടീം എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഒരു 10-15 പേര് ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഒരു ക്യൂബിക്കിളിൽ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഗുണം? പ്രൊഡക്ടിവിറ്റി കൂടുമെന്നുള്ളത് തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ ക്യാബിൻ തിരിച്ചു വെച്ച് അവരുടെ ലോകത്തേക്ക് ഇറക്കി വിടാതെ എല്ലാവർക്കും ആക്സസ് കൊടുക്കുന്ന ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല സംരംഭങ്ങൾ ഉണ്ടാക്കുന്നത്, നല്ല സംരംഭകരാവുന്നത്, നല്ല കോർപ്പറേറ്റ് ലീഡേഴ്സ് ആവുന്നത്. അങ്ങനെ ഒരു ആശയം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചോളൂ.